എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രണയത്തിലാവുക എന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ രണ്ട് വ്യക്തികൾ തമ്മിൽ പെട്ടെന്നുള്ള പ്രണയം, അല്ലെങ്കിൽ നമുക്ക് ചില സ്ത്രീകളെ കണ്ടാൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചില പുരുഷനെ കണ്ടാൽ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ വരും. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം ഇന്നത്തെ വീഡിയോയിൽ. അതായത് ചില പുരുഷന്മാരെ കണ്ടാൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഒരു പ്രണയം തോന്നുന്നുണ്ടാവും. അപ്പോൾ പുരുഷൻ്റെ ഒരു 5 ഗുണങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആരോട് എപ്പോൾ ഏത് സാഹചര്യത്തിൽ പ്രണയം തോന്നും എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. പ്രണയത്തിലാവുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നൽകുന്നു. എന്നാൽ സ്ത്രീകൾ ചില പുരുഷന്മാരുമായി പെട്ടെന്ന് പ്രണയത്തിലാവുന്നു. എന്ത് ഗുണങ്ങളാണ് സ്ത്രീകളെ പുരുഷന്മാരിലേക്ക് ആകർഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചിലർക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ വിവരിക്കാനാവാത്ത ഒരു അനുഭൂതി മറ്റൊരാളോട് തോന്നുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും അടുക്കും ചിട്ടയും എല്ലാം നൽകുന്നുണ്ട്. പ്രണയം ഒരു വ്യക്തിയെ അടിമുടി മാറ്റുന്നു എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ചിലരിൽ പോസിറ്റീവ് മാറ്റത്തിലേക്കും മറ്റു ചിലരിൽ അത് ഒരു നെഗറ്റീവ് മാറ്റത്തിലേക്കും എത്താറുണ്ട്. ഏതുതരം പുരുഷന്മാരിലാണ് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം. അതായത് ചില പുരുഷന്മാരോട് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നുന്ന സ്ത്രീകളുണ്ട്. അത് ഇവർ തമ്മിലുള്ള ഒരു കലഹം ഉണ്ടായിരിക്കും. അതായത് കലഹത്തോടെ തന്നെയാണ് ഇത്തരം ബന്ധങ്ങൾ പലതും തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ സിനിമാറ്റിക് രീതിയിൽ ഉള്ള പ്രണയങ്ങളായിരിക്കും ഇത്. അമിതമായി കലഹിക്കുന്നവരിൽ ആകർഷിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഇന്നും യാതൊരു പഞ്ഞവുമില്ല എന്നതാണ് പരമമായ സത്യം. സ്ഥിരമായി കലഹത്തിലാവുമെങ്കിലും ഇവരോടുള്ള പ്രണയം തുറന്നു പറഞ്ഞിട്ടാണ് സ്ത്രീകൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്മാർട്ട്നെസ് ആണ്. എപ്പോഴും സ്മാർട്ടായി ഇരിക്കുന്നവരെ പൊതുവെ ആകർഷണം അല്പം കൂടുതലായിരിക്കും. ഇവർക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ഈ സ്മാർട്ട്നെസ് തന്നെ ഒരു മുതൽക്കാട്ടാവുന്നതാണ്. അതായത് അവരുടെ ഒരു പ്ലസ് പോയിൻ്റാണ് ഈ സ്മാർട്ട്നെസ്. ഇത്തരം പുരുഷന്മാരോട് സ്ത്രീകൾക്ക് പൊതുവെ ഒരു ആരാധനയും ഒരു പ്രണയവും തോന്നുന്നതിന് വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലെ സ്മാർട്ടായ പുരുഷന്മാരോട് പ്രണയം തോന്നുക എന്നതിൽ യാതൊരു തെറ്റുമില്ല. അടുത്തത് ബാഹ്യ സൗന്ദര്യമാണ്. അതായത് ബാഹ്യ സൗന്ദര്യം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രണയത്തിൽ ബാഹ്യ സൗന്ദര്യത്തിൽ വീണു പോകുന്ന സ്ത്രീകൾ ധാരാളമായിട്ടുണ്ട്. പ്രണയിക്കുന്നവർക്ക് പലരും പണ്ടുകാലത്ത് മാനദണ്ഡമായി കൊണ്ടു നടന്നിരുന്നത് സൗന്ദര്യം തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഏകദേശം വളരെ അധികം പുരുഷന്മാരും സ്ത്രീകളും സൗന്ദര്യത്തെക്കാൾ ഈ പറയുന്ന കഴിവിന് അല്ലെങ്കിൽ സ്മാർട്ട്നെസ് അല്ലെങ്കിൽ സ്വഭാവം അതിനൊക്കെയാണ് മുൻതൂക്കം നൽകുന്നത്. എന്നാൽ പ്രണയിക്കുന്നവർ സൗന്ദര്യം വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ സൗന്ദര്യത്തിന് മുൻപത്തേക്കാളും പ്രാധാന്യം കുറഞ്ഞു വരുന്നു. ഇനി അടുത്തത് നമുക്ക് പെട്ടെന്ന് പ്രണയം തോന്നാനായിട്ട് നമുക്ക് കാരണങ്ങളാണ് യാത്രയ്ക്കൊപ്പമുള്ള വ്യക്തി. അതായത് നമ്മളൊരു ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ആ വ്യക്തിയോട് നമ്മൾ ഏരിയത്തൊക്കെ നിൽക്കുമ്പോൾ വർത്തമാനം സംസാരങ്ങളൊക്കെ പറഞ്ഞ് ആ വ്യക്തിയോട് പ്രണയം തോന്നുന്നു സാധാരണയാണ്. അതായത് യാത്രയിലുള്ള പെരുമാറ്റങ്ങളും മാന്യത ഈ ഘടകങ്ങളെല്ലാതും ഒരു സഹയാത്രികൻ എന്ന നിലയിൽ ഒരു പ്രണയം തോന്നുന്നതിന് ഒരു കാരണമാണ്. അടുത്തത് ഒറ്റ നോട്ടത്തിൽ പ്രണയം. ചില പെൺകുട്ടികൾക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു വ്യക്തിയോട് പ്രണയം തോന്നുന്നതിനുള്ള സാധ്യത വളരെ അധികമുണ്ട്. ഈ പ്രണയം വളർന്ന് വിവാഹത്തിലേക്കും സന്തോഷകരമായ കുടുംബജീവിതത്തിലേക്കും എത്തുന്നുണ്ട്. ചില വ്യക്തികളെ പലപ്പോഴും പെട്ടെന്നുള്ള ഒറ്റ സംസാരത്തിൻ്റെ പേരിൽ നമുക്ക് മനസ്സിലാക്കാനും അതുവഴി പ്രണയവും അതുവഴി നീണ്ടുപോയിട്ട് പിന്നെ വിവാഹവും പിന്നെ വിജയകരമായ ദാമ്പത്യവും നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പുരുഷന് ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് അവനോട് ഒരു ആകർഷണമോ ഒരു പ്രണയമോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.